ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഞാൻ ചെയ്യുന്ന കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിൻ്റെയും വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഒരു ബേബി ഫ്രോക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ. ലെങ്ത്ത് 20ഉം ചെസ്റ്റ് 24 ഇഞ്ചും ആണ്. ആദ്യം നമുക്ക് ക്ലോത്ത് 4ആയിട്ട് മടക്കി വെക്കാം. എന്നിട്ട് ഷോൾഡർ 5.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ആം ഹോൾ 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തുക. നമുക്ക് 6 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ടോട്ടൽ 7 ഇഞ്ച് വേണം. ആദ്യം നമുക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ബോഡി ലെങ്ത്ത് അടയാളപ്പെടുത്താം. ബോഡി ലെങ്ത്ത് 6 ആണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. മുകളിലും താഴത്തും 1/2 ഇഞ്ച് ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി ചെസ്റ്റ് അളവ് തന്നെയാണ് വേസ്റ്റിൻ്റെ അടുത്തും അളവ്. ഇനി സൈഡിൽ എത്തുന്ന ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് വിടുത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ബാക്ക് നെക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതും ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളിൽ നിന്ന് ബാക്ക് പീസ് ഒരു പീസ് എടുത്ത് മാറ്റുക, ബാക്കിൻ്റെ പീസ്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ് അതും കഴിഞ്ഞു. നമുക്ക് താഴോട്ട് ഫ്രില്ലിടാനുള്ള ക്ലോത്ത് എടുത്ത് വെക്കാം. വീതി 12.5 ഇഞ്ചാണ്. ലെങ്ത്ത് 14.5 ഇഞ്ചും. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഫോൾഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിനെ 4 ഭാഗമാക്കി തുണി മടക്കുക. മുകളിൽ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 15 ആണ്. അടിയിൽ ഇലാസ്റ്റിക് വെക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതടക്കം 15 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഹാം ഹോളിൻ്റെ അളവ് എത്ര വേണ്ടതെന്ന് നമുക്ക് അടയാളപ്പെടുത്താം. 6.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക താഴോട്ട്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നമുക്ക് അളന്ന് നോക്കാം അത് 6.5 ഇഞ്ച് ഉണ്ടോ എന്ന്. അപ്പോൾ 6.5 ഇഞ്ച് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ സെൻറ്ററിൽ നോച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഇപ്പോൾ സ്ലീവായി, ബോഡി പാർട്ടായി, താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള ഭാഗമായി. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് 4 ഭാഗമാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിൻ്റെ വീതി, വേസ്റ്റിൻ്റെ വീതി അടയാളപ്പെടുത്താം. ഇനി നമുക്ക് താഴോട്ട് ലെങ്ത്ത് വേണ്ടത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് നമുക്ക് 14 ഇഞ്ചാണ് ഫ്രില്ല് ഇടാനുള്ള ലെങ്ത്ത്. അതിൽ 1 ഇഞ്ച് കുറച്ചിട്ട് 13 അടയാളപ്പെടുത്തുക. നമുക്ക് അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിനി ബോഡി പാർട്ടിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാം. അത് വെച്ചിട്ട് അതിൻ്റെ മേൽ കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതോടെ നമ്മളെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് വേണ്ടത്. സ്ലീവ് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. സ്ലീവ് അല്ലാതെ നമുക്ക് ബലൂൺ സ്ലീവ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിച്ചെടുക്കാം. അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം.
നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് അടിച്ചെടുക്കാം. നല്ല ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇടാം. എന്നിട്ട് അടിക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ കട്ട് കൊടുക്കുക. സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ ചെറിയ കട്ടി കൊടുക്കുക. നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് പതിച്ചടിക്കുക. നമുക്ക് അതേപോലെ ബാക്ക് പാർട്ടും അടിച്ചെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ഓപ്പൺ കൊടുക്കണം. ബാക്കിൽ ബുക്സ് വെക്കാൻ ചെറിയൊരു ഓപ്പൺ മതി. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് വെച്ചിട്ട് എഡ്ജിൽ കൂടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് സ്റ്റിച്ച് കട്ട് ചെയ്യാതെ അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിടാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നല്ല ഭാഗവും വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്ക് മറിച്ചിടുക. ഇനി നമുക്ക് സൈഡിൽ കൂടെ അടിച്ചിട്ട് ബാക്ക് നെക്ക് പറിച്ചടിക്കുകയും കൂടെ ചെയ്താൽ ഫ്രണ്ട് പിന്നെ ബോഡി പാർട്ട് ഫിനിഷായി. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. താഴത്തെ ഫ്രില്ല് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സ്ലീവ് അടിക്കുക. സ്ലീവിൻ്റെ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള ഇതിൽ അടിച്ചെടുക്കാം. താഴെ ഭാഗം ഇലാസ്റ്റിക് കയറുന്ന ആ വീതിക്ക് അടിച്ചെടുക്കുക. അങ്ങനെ രണ്ടും അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. 7 ഇഞ്ചിലാണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പിന്നെടുത്തിട്ട് അതിൽ കൂടെ ഇലാസ്റ്റിക് കോർത്തെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ എഡ്ജ് ഉള്ളിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് 4 ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ വലിച്ചാലും ഉള്ളോട്ട് കയറി പോവില്ല. അപ്പോൾ നമ്മൾ സ്ലീവ് ഫിനിഷായി. ഇനി നമുക്ക് അതിൽ ഷോൾഡർമേൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനാണുള്ളത്. നമുക്കിനി ഫ്രില്ലിട്ട് എടുക്കാം. അടിയിൽ ലൈനിങ്ങും അതിൻ്റെ മുകളിൽ നല്ല പീസും വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. 3 ഇഞ്ചിൽ നമുക്ക് ഫ്രില്ലിടാതെ പ്ലെയിൻ ആയിട്ട് അടിക്കണം. 2 തലക്കലും നടുവിൽ മാത്രം ഫ്രില്ലിട്ട് കൊടുക്കുക. ഇനി ഫ്രില്ലിട്ട് കൊടുക്കുക. ചെറിയ ഫ്രില്ലോ വലിയ ഫ്രില്ലോ എന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ അവസാനം വരെ ഫ്രില്ലിട്ട് എടുക്കുക. അപ്പം നമുക്ക് 2 ഭാഗത്തും ഫ്രില്ലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡി പാർട്ടുമേൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും അടിയിലെ ലൈനിങ് മടക്കി അടിക്കാനും പിന്നെ നല്ല ക്ലോത്ത് മടക്കി അടിക്കാനും ആണുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. ഇപ്പോൾ നമ്മളെ സ്റ്റിച്ചും ഫുള്ളായിട്ട് കഴിഞ്ഞ്. നല്ല ക്ലോത്ത് മടക്കി അടിച്ച് ലൈനിങ് മടക്കി അടിച്ച് ഷേപ്പ് ചെയ്തെടുത്ത് കൈ എല്ലാം ശരിയായി. ബാക്കിൽ നമ്മൾ ഒരു ഉക്സാണ് കൊടുത്തത് കഴുത്ത് കയറാൻ പാകത്തിനുള്ള. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും കമൻറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇതിലും ബെറ്റർ ആക്കാൻ കഴിയൂ. ഇനി അടുത്ത വീഡിയോയുമായി വരാം. ബൈ.